ഹേ ഗായ്സ്, അപ്പോൾ ഗുഡ് ഈവനിങ് സുഹൃത്തുക്കളെ. അപ്പം സമയം ഇപ്പം നിങ്ങൾ ഈ വ്ലോഗ് കാണുന്നത് സമയം തന്നെ ആയിട്ടുണ്ട്. 6 മണി അടുപ്പിച്ചാവാറായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ ദിവസം രാവിലെ എണീറ്റ് പോയി അമ്മയ്ക്ക് ഇന്ന് ബ്ലഡ് ചെക്കപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ നമ്മളും ചെക്ക് ചെയ്തു. ഞാൻ എല്ലാ മാസവും മന്ത്ലി ബ്ലഡൊക്കെ മന്ത്ലി അല്ലെങ്കിൽ പോലും 2-3 മാസം കൂടുമ്പോഴൊക്കെ നമ്മൾ ഫാസ്റ്റിങ് എല്ലാ ചെക്കപ്പ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. ബട്ട് ഇപ്പം പുതിയ വീട് ഒക്കെ വാങ്ങിച്ചതിന് ശേഷം ഇപ്പൊ ഏതാണ്ട് 5-6 മാസമായി എന്തെങ്കിലും ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ടൊന്നും ഫുഡൊക്കെ വെറുതെ വാരി വലിച്ച് ഫ്രൈഡ് ചിക്കനും ഫ്രൈഡ് ഐറ്റംസും എല്ലാം അങ്ങ് ഒരു കൺട്രോളും ഇല്ലാതെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ പോയിട്ട് വന്നു. പിന്നെ കുറച്ച് കൊറിയറൊക്കെ അയക്കണമായിരുന്നു. അങ്ങനെ രാവിലെ തൊട്ട് കുറെ പരിപാടികളായിരുന്നു. അപ്പൊ ഞാനന്ന് വന്ന് കിടന്നു. അപ്പോൾ വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയി. മൃദുല വന്ന് കിടന്നതാണ് നല്ല ഉറക്കം. അമ്പൂട്ടനും മൃദുലയും ഇവിടെ കിടന്ന് ഉറങ്ങിയതാണ്. ഞാൻ ചെറിയൊരു വോയിസ് ഓവർ ചെയ്തപ്പോൾ 2 എണീറ്റ് അപ്പുറത്ത് റൂമിലോട്ട് പോയി. ലെറ്റ്സ് ഗോ, നമുക്ക് നേരെ പോയി കുത്തി ഉണർത്തിട്ട് ഇവിടെ ഫുള്ള് ഇരുട്ടാണല്ലോ. അയ്യോ, വീട് ഫുള്ള് ഇരുട്ടോ. കുത്തി ഉണർത്തിയിട്ട് രാത്രികൾക്ക് ഡിന്നറൊക്കെ ഉണ്ടാക്കണം. കുറെ പരിപാടികൾ. ഫാനൊക്കെ ഇട്ട് 2 പേരും ദേ സുഖമോ. അമ്പൂട്ടൻ ദേ ഉണർന്ന് കിടക്കുവാണല്ലോ. എന്താണ് പരിപാടി? ഗുഡ് മോർണിംഗ് അല്ല, എനിക്ക് സമയം എത്രയെന്ന് പറഞ്ഞ അതാ മൃദുല അടുത്ത് കിടപ്പുണ്ടെങ്കിൽ അനങ്ങത്തില്ല കേട്ടോ. എപ്പോഴേ ഉണർന്ന് നടക്കുമായിരുന്നു അറിയോ. ഒരലപ്പില്ല. ഞാനെങ്ങാനും ഒന്ന് ഉറങ്ങാൻ കിടക്കണം കഴിച്ചു. കീറ്റലാണ് ഒരു സൈഡിൽ നിന്ന് കീറ്റല്. കുറച്ച് സാധനങ്ങളൊക്കെ അൺബോക്സ് ചെയ്യാൻ വേണ്ടി കിടപ്പുണ്ട്. ഇടയ്ക്കായിട്ട് മറ്റേ അറിയാൽ പോസ്റ്റ്മോർട്ടം സ്റ്റേജിൽ ഹെയർ ഫോൾ ചെറുതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിന്റെ വൈറ്റമിൻസ് ഒക്കെ ചെക്ക് ചെയ്തില്ലേ. അപ്പൊ എല്ലാം ഓക്കെയാണ്. നീ നോക്കിയാൽ മതി. എല്ലാം ഓക്കെയാണ്. ഞാനതൊക്കെ എപ്പോഴും ഇളകി കളഞ്ഞു. മൃദുലിട്ട് ഇളകി കളഞ്ഞില്ല. നമ്മളെ അമ്മമാരെ കൊണ്ടെന്നുണ്ടെങ്കിൽ ഒരു മന്ത്ലി പറ്റിയില്ലെങ്കിൽ പോലും ഒരു 3 മാസം 3 മാസത്തിൽ ഒരിക്കലെങ്കിലും എല്ലാ ചെക്കപ്പും ബോഡി ഫുൾ ഓൺ ചെയ്യണമെന്ന് പറയുന്നത് ബ്ലഡിലെല്ലാം ചെക്ക് ചെയ്യണം. നല്ലതായിരിക്കും കേട്ടോ. നീ ഒന്നും ഉണ്ടാക്കണ്ടേന്ന് എണീരേ. എടാ കൈ ഇങ്ങോട്ട് ചെറുപടി ഇങ്ങനെ നോക്കും ഭയങ്കര നീളം. അമ്പൂന് ക്യാമറ നോക്കുമ്പോ അത്ര ഇല്ല കേട്ടോ. വീഡിയോ കാണാൻ ഭയങ്കര ചെറുക്ക് ഇച്ചിരി ഉള്ളവേ. ഞാൻ ഉറങ്ങി എഴുന്നേറ്റില്ല. ഇത് കഴിക്കണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ഒക്കെ ഇടുന്നു ഫ്രഷ് ആയിട്ട് വരാം. ഹലോ, ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ ലേറ്റ് ആയിട്ടുള്ള ഉറക്കവും താമസിച്ചുള്ള ഫുഡ് കഴിപ്പും അതുപോലെ തന്നെ ഡെയിലി ഷൂട്ടും ഒക്കെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ്. അപ്പോൾ ഈ സ്ട്രെസ് കൊണ്ട് തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പിമ്പിൾസും സ്കിൻ പ്രോബ്ലംസും ഒക്കെ വരാറുണ്ട്. അതും പ്രത്യേകിച്ച് എന്തെങ്കിലും ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ പിമ്പിൾസ് വരും. അപ്പൊ ഡോണ്ട് വെറി, ഇതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഇപ്പോൾ ടീനേജേഴ്സിന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ നമ്മുടെ ഈ പ്രോബ്ലത്തിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഹിമാലയ പ്യൂരിഫൈങ് നീം ഫേസ് വാഷ്. ഇത് 100% നാച്ചുറലി ഡെറിവേഡ് നീം കൊണ്ടാണ് മേഡ് ചെയ്തേക്കുന്നത്. ഇത് ഫേസ് വാഷ് എന്നതിലുപരി ഒരു ജെന്റിൽ ക്ലെൻസർ ആട്ടോ. നമ്മുടെ ഫേസിലുള്ള ഇമ്പ്യൂരിറ്റീസിനെ ക്ലെൻസ് ചെയ്ത് നമ്മുടെ പിമ്പിൾസിനെ ക്ലിയർ ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, നീം എന്ന് പറയുന്ന ഒരു ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുള്ള ഒരു പവർഫുൾ സ്കിൻ കെയർ ഇൻഗ്രീഡിയന്റ് ആണല്ലേ. നമ്മുടെ ഹിമാലയ പ്യൂരിഫൈങ് നീം ഫേസ് വാഷ് 99.9% പിമ്പിൾ കോസിംഗ് ബാക്ടീരിയ കില്ല് ചെയ്യുന്നു. അതും ഫസ്റ്റ് വാഷിൽ തന്നെ. നമ്മുടെ ഈ പ്യൂരിഫൈങ് നീം ഫേസ് വാഷ് എന്ന് പറയുന്നത് pH ഫ്രണ്ട്ലി ആണ്. നമ്മുടെ സ്കിന്നിന് ജെന്റിലും അതുപോലെ തന്നെ പിമ്പിൾസിനും ടഫും ആണ്. ഈ ഫേസ് വാഷ് സോപ്പ് ഫ്രീ ആണ്, പാരബിൻ ഫ്രീ ആണ്. ഇന്ത്യയിൽ തന്നെ മില്യൺസ് ഓഫ് കൺസ്യൂമേഴ്സ് ആണ് ഇത് ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ ഫേസ് ഒന്ന് വെറ്റ് ചെയ്യുക. അതിനുശേഷം ഇതിന് സ്മാൾ എമൗണ്ട് എടുത്ത് നമ്മുടെ ഫേസിൽ നല്ലോണം സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യുക. ശേഷം വാട്ടർ ഉപയോഗിച്ച് റിൻസ് ചെയ്യുക. ടോയ്സൈഡ് യൂസ് ചെയ്യുന്ന നല്ല റിസൾട്ട് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഹിമാലയ പ്യൂരിഫൈങ് നീം ഫേസ് വാഷ് ഉപയോഗിച്ച് നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള പിമ്പിൾ ഫ്രീ സ്കിൻ എക്സ്പീരിയൻസ് ചെയ്യാം. ഇത് പിമ്പിൾസിനെ റിഡ്യൂസ് ചെയ്യുന്ന ക്ലിനിക്കലി ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓരോ യൂസിൽ നമ്മുടെ സ്കിന്നിലുള്ള ഇമ്പ്യൂരിറ്റീസ് എല്ലാം പോകുന്നതായിട്ടും പിമ്പിൾസ് റിഡ്യൂസ് ചെയ്യുന്നതായിട്ടും നമ്മുടെ സ്കിൻ നല്ല ജെന്റിൽ ആൻഡ് സോഫ്റ്റ് ആവുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ ഹിമാലയ പ്യൂരിഫൈങ് നീം ഫേസ് വാഷ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും അതുപോലെ തന്നെ ഹിമാലയയുടെ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ്. അപ്പൊ ഗ്രേറ്റ് ഡിസ്കൗണ്ട്സിന് വേണ്ടി താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഫേസ് വാഷ് ഒക്കെ സെറ്റ് ആയിട്ടോ. ഇപ്പൊ ഒരു ഫ്രഷ്നെസ് ഉണ്ട്. ഇരിക്കണോ ഇവിടെ? ഐശ്വരി അമ്പൂട്ടനെ ഇപ്പൊ ഇങ്ങനെ ചാരി ഇരിക്കാനാണ് ഇഷ്ടം ഗൈസ്. ഞാൻ ഇങ്ങനെ ഇരുത്തത്തില്ല, അമ്മ ഇരുത്തും. അമ്പുവേ ഇരിക്കും നോക്ക്. ഐസ് ഇപ്പം കുത്തി എണീപ്പാണ് കേട്ടോ. സാധാരണ ഇവ എഴയത്തില്ല. ഇവന്ന് ശ്രദ്ധിച്ചോണ്ടാ, ഇവ എഴയത്തില്ല, കുത്തി എണീക്കും. എങ്ങനെയാ ഇങ്ങനെ കമന്നിട്ട് ഈ കാലങ്ങ് പൊക്കി ഇങ്ങനെ നിക്കുമല്ലോ, അങ്ങനെ എഴയാൻ വയ്യ, മടിയ ബാക്കിലോട്ട് എഴയാലും.
ഞങ്ങള് ചോറ് വെക്കാം. ചോറല്ല, ഞങ്ങൾ ചീനി തിന്നാൻ പോ. നീനിച്ച് വേണോ? ഞാൻ ചെയ്യണമെങ്കിൽ എണീക്ക് വാ. ഭയങ്കര ലക്ഷറി ആയിട്ടിരിക്കുമല്ലോ, 2 കൈയൊക്കെ എടുത്ത് വെച്ച് കാരവാനിലിരിക്കുന്ന കണക്ക്. ഇങ്ങനെ ഇവിടെ നമ്മളൊന്ന് ഉറങ്ങി എണീറ്റപ്പോഴത്തേക്ക് അമ്മ കപ്പ, മധുരക്കിഴങ്ങ്, സ്വീറ്റ് പൊട്ടറ്റോ ആൻഡ് ചമ്മന്തി. സുഹൃത്തുക്കളെ, ചമ്മന്തി കൂടെ കൂട്ടി റെഡി ആയിട്ടുണ്ട്. തീർന്നില്ല. വേറെ എന്തുകൊണ്ട്? അടുത്തത് പഴം പുഴുങ്ങിയത്. പഴം പുഴുങ്ങിയത്. അടിയിൽ മുട്ടയുണ്ട്. മുട്ട അടിയിലോ? അടിയിൽ വെള്ളത്തിൽ. ഓക്കെ. വരണം മിസ്റ്റർ ഇന്ദുചൂടൻ. തൊലിച്ചു തരണോ തന്നെ തൊലിക്കോ? എന്റെ കൈ കുരുവില്ല, ഞാൻ തൊലിച്ചോളാം. പഴം ചീനി ആദ്യം പഴം തിന്നിട്ട് എല്ലാം കൂടി ശരിയാവത്തില്ല. ഞാൻ മുട്ടയും കൂടെ കുടിച്ചിട്ടുണ്ടാമേ. എടി പഴമേ ചിലവരുണ്ടല്ലോ മുഖത്ത് തേക്കും. പഴത്തിന്റെ തൊലി നല്ലതാ. തൊലി പോലും വെറുതെ വിടാത്തവന്മാരാ. ഞാൻ ഇതിന് ഇച്ചിരി കൊടുക്കാം. നമ്മളിപ്പം കുറുക്കൊന്നും കൊടുത്തു തുടങ്ങിയില്ല. ഇതുവഴി പല്ല് വന്നതിന് കരയുന്നു. മൃദുൽ ഇപ്പഴേ തപ്പി നോക്കിയിട്ട് പല്ല് വന്നു. ഞാൻ എങ്ങനെ കുഞ്ഞിന്റെ വായിലങ്ങനെ കൈ ഞാൻ ഇപ്പൊ ഇങ്ങനെ കൊടുത്ത് ചുമ്മാ ഒന്ന് മോണ തപ്പി നോക്കിയേ. അപ്പൊ പല്ല് നമുക്കറിയാലോ വരുന്നത് മേളിലാ, താഴെയല്ല മേളിലാ. കുഞ്ഞിന് പല്ല് വന്നതിന് കരയുന്ന അമ്മയെ ഞാൻ ആദ്യമായിട്ടൊന്നും കാണുന്നത്. എനിക്കറിയാം പല്ല് വന്നതിന് താഴെ ഉണ്ടോന്ന് നോക്കട്ടെ. ഇല്ല, താഴെ ഇല്ല. മേല് വന്ന് മേളില് രണ്ട് ഈ സൈഡില്. ആണോ? അങ്ങനാണോ? മേല് പല്ല് വന്ന് അതാണ്ട് ഈ സൈഡില് ഇവിടെ ചെറുതായിട്ട് ആ ഒരു മോണ മാറി ആ ഒരു പല്ലിന്റെ ആ ഒരു 3 സാധനം ഉണ്ടല്ലോ, ആ തൊടുമ്പോ അറിയാം. അത് മാത്രം ഒരു സൈഡിൽ ചെറുതായിട്ട്. അയ്യോ വല്ലക്കാരോ ഞങ്ങളയ്യോ. പഞ്ചവർണ്ണ തത്തേ. ചില ഡ്രസ്സുകൾ അങ്ങനെയാണ് കേട്ടോ, നമ്മള് കാണുമ്പോ ഉള്ള ഒരു ഭംഗി. അതായത് ഷോപ്പിൽ നിന്ന് എടുക്കുമ്പോ ഭയങ്കര രസമായിരിക്കും, വീട്ടിൽ വന്ന് ഇടുമ്പോ എടുക്കണ്ടായിരുന്നു തോന്നും. സത്യം. അപ്പൊ നമ്മള് നേരെ ഇറങ്ങും കേട്ടോ. രാത്രി ചമ്പുട്ടന്റെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. പോവാം. ടോയ് കളിപ്പാട്ടം. ഇങ്ങോട്ട് എന്നെ നോക്കുന്നേ. നോക്കോ അമ്മേ, അമ്മ പൊന്നേ. അയ്യടിയേ. ഇന്ന് നമുക്ക് ബലീനെ പോവാടി. കൊറേ ദിവസമായി എടുത്തിട്ട്. വണ്ടി നമുക്കൊന്ന് സർവീസ് ചെയ്യണം ഗൈസ്. മൊത്തം അഴുക്കായി കിടക്കോട്ടെ. ഇന്റീരിയർ മൊത്തം ചളവായി കിടക്കുക. നമ്മളെ വണ്ടി വെയിലത്ത് കിടക്കുക. എനിക്ക് വെയിലത്ത് കിടക്കുന്ന കാണുമ്പോ എണ്ണ എണ്ണയൊക്കെ ഉണ്ട്. ഹാഫ് ടാങ്ക്. ആ പൂട്ട് മുമ്പേ കയറി വണ്ടി ഇരുന്ന പൂട്ടുണ്ട്. അത് അമ്മയുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ കൊച്ചിനെ വെച്ചോണ്ടിരിക്കും. ഏട്ട ഇറങ്ങി വന്നു. അതെനിക്ക് അറിയാലോ. വെൽക്കം മാം. ദിസ് ഈസ് യുവർ സൺ. This is your life. Okay. Get out your life and you. From your car, right? From my car. You from my car. എത്ര പൊട്ടറാ നീ പറയുന്നത്. Give your hand. അവളെ പഠിക്കാൻ പോണായിരുന്നു വെറുതെ കേട്ടോ. അയ്യോ അമ്മ ഞായിട്ട് ലോക്കാക്കി. അമ്മ അവിടെ നിന്ന് തുറന്നു കൊടുത്തുകൂടായിരുന്നു നിനക്ക്. അയ്യോ ലോക്ക് വീട്. ആ ഇറങ്ങി വാ. ഇന്ന് അമ്പൂട്ടിന് കളിപ്പാട്ടം വാങ്ങി മരിക്കാൻ പോവാ. എടാ നിനക്ക് ഇഷ്ടമുള്ള എടുത്തോട്ടോ. ആരെടുത്താ ഈ പറയുന്നത്? ഇങ്ങോട്ട് നോക്കടാ, വായി നോക്കി. ആവശ്യമായി കഴിഞ്ഞു ഇത് തന്നെ പറയണേ. ഇഷ്ടമുള്ള അറിയാറായി കഴിഞ്ഞാൽ പറയത്തില്ല. ഇന്ന് കണ്ട അതേ ചേട്ടൻ നമ്മളെ വീഡിയോ ഉണ്ടായിരുന്നു. കണ്ടായിരുന്നാ? വാക്കർ എന്തി? ഇതല്ലേ വാക്കർ? എപ്പോഴേ വാങ്ങണ്ടല്ലേ? ചിലര് പറയും വാക്കർ വാങ്ങിക്കേണ്ട, കുട്ടികളെ തന്നെ നടന്നോളൂ. വാക്കർ വാങ്ങിച്ചാൽ അവർ ഇമ്പ്രൂവ്മെന്റ് തന്നെ അതിനെ ബാധിക്കും പറയും. ടീച്ചർ വാ. മൃദുലയിട്ട് കടിയാ, ചില്ലറ കടിയല്ലേ മൃദുലേക്ക് കൊള്ളുന്നത്. അതുകൊണ്ട് ഇപ്പൊ അത്യാവശ്യമായിട്ട് ഇത് വാങ്ങാൻ വേണ്ടി വന്നത്. ഇതിനകത്ത് നമ്മളിൽ ഫ്രൂട്ട്സ് വെച്ചിട്ട് കടിപ്പിക്കുന്ന ഏതാ? അതും വേണം കേട്ടോ. അതെങ്ങനെ ഫ്രൂട്ട്സിനകത്ത് അകത്ത് വയ്ക്കോ? കുറുക്കലുണ്ടോ? അത് വേണം. കുറുക്കൽ കുറുക്കൽ അങ്ങനെ ഫുഡ് ഐറ്റംസ് ഇല്ലല്ലേ? ഫുഡ് ഐറ്റംസ് ഇല്ല. ബോള് അങ്ങനത്തെ സിലിക്കോൺ ബൗളൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ച കുറുക്കലാടി. അതിവിടെ കിട്ടൂല. ചോദിക്കാമല്ലോ, മേ ബി ഉണ്ടെങ്കിലോ. രാഗി, അതിന് പലർക്കടെ പോണം. നിങ്ങൾ കുറുക്കൽ എന്ന് പറഞ്ഞാൽ അറിയത്തില്ലേ? കുറുക്കുകൾ കൂടെ അറിയാം. അയ്യോ കൂടിട്ടില്ല കുറുക്കൽ. കുറുക്കെന്നാ പറയുന്നല്ലേ?
കുറുക്കൽ കുറുക്ക്. ആ ശരി, കുറുക്ക്. അത് കൊള്ളാം. ഇത് സിലിക്കൺ ആണല്ലോ. സിലിക്കൺ സിലിക്കൺ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഒരാളിങ്ങനെ പിടിച്ചു കൊടുക്കേണ്ടി വരും. പിടിച്ചു കൊടുത്തു. തരക്കളത് തരക്കളത്. നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ടീത്തറ്, ജ്യൂസ്, മറ്റേ സക്കിയ സാധനം, ഒരു കളിപ്പാട്ടം. അല്ല, പിന്നെ നമ്മള് ഫുഡ് സെറ്റ് വാങ്ങി. സ്പൂണും സ്റ്റീലിന്റെ വാങ്ങി. സിലിക്കോണിന്റെ കിട്ടിയില്ല, സ്റ്റീലിന്റെ വാങ്ങി. ഇനി നമുക്ക് എന്താ വാങ്ങിണ്ടേ? രാഖി. ആരാ ഇത്? എന്തിലാ ഇരിക്കുന്നേ? ലംബോർഗിനിയിലോ? എനിക്ക് ഞാൻ കൈവിടട്ടെ? സാധനം കൊണ്ട് നേരെ വീട്ടിലോട്ട് വന്നോ കേട്ടോ. ലൊക്കേഷൻ ഞാൻ വാട്സപ്പിൽ വിടാം. ലൊക്കേഷൻ ഞാൻ വാട്സപ്പിൽ വിടാം. നേരെ വണ്ടി ഓടിച്ച് വന്നാൽ മതി. പോത്തങ്കോട് തിരിയുന്നതിനോട് കുറച്ച് ട്രാഫിക് ഉണ്ട് കേട്ടോ. ഹോൺ അടിക്കുക. എന്തുവാ ഇത്? ഓടിക്കാറായിട്ടില്ല. ഇഷ്ടപ്പെട്ടു കേട്ടോ, ഇഷ്ടപ്പെട്ടു. സ്റ്റിയറിംഗിലൊക്കെ താനെ പിടിക്കുന്നു, ഡോറിലൊക്കെ പിടിക്കുന്നുണ്ട്. ഇനി വയ്യ. പിടികൊണ്ട് ഇപ്പം കരയും. നൊന്തില്ല കേട്ടോ, നൊന്ത്. ആ ഇടിയിൽ നൊന്ത് കേട്ടോ. അപ്പൊ മതി, നമുക്ക് പോവാം. സീറ്റ് അടിച്ച് ഓടിച്ച് വീഡിയോ എടുത്ത് നോക്കിയപ്പോഴാണ് നല്ലോണം ഇടി. ചെറുക്കെന്ത് കരയാൻ നൊന്തക്കളെ. സൗണ്ട് നല്ല കേട്ടോ. എനിക്ക് പേടിച്ചു. ഞാൻ ഇപ്പം കരയുന്നു, പക്ഷെ കരഞ്ഞില്ല കേട്ടോ. കൈ ഇടിപ്പാ ജോലി. ഈ ഇടിയ ഇങ്ങനെ കണ്ടെന്ന് പറഞ്ഞാ തീർന്നു. കൈ കൊട്ടി. ഇമ്മാതിരി ഇടി അടിക്കുന്ന മോന്തയ്ക്ക് സ്വന്തമായിട്ട് നോവത്തില്ലെന്ന് ഞാൻ ഇങ്ങനെ ഇടിച്ചിടിച്ചാൻ തോന്നുന്നു. അവൻ അതിലിടിച്ചപ്പോ നോവാഞ്ഞത്. അതാ. ഇതിന്റെ അപ്പുറം ഞാൻ ഇടിക്കുന്നില്ലേ, പിന്നെ എന്താ? പിന്നെ എന്തോ അച്ഛനും അമ്മ എന്തോ ഇപ്പം ഇതിലപ്പുറം ഞാൻ സ്വന്തമായിട്ട് ഇടിക്കുക. ക്യാമറ ലൈറ്റ് പിടിക്കണം കേട്ടോ. എന്തോ അടി ചുണ്ടടി എന്തുമായിട്ട് കുത്തുന്ന. നമ്മള് രാത്രി സെക്കൻഡ് മീൽ ചിക്കൻ ഫ്രൈ വിത്ത് പൊട്ടറ്റോസ്. ഇന്ന് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഡിന്നർ. അത് തന്നെ മൃദുല ഇപ്പൊ എടുക്കണം ഗൈസ്. എങ്ങനെ തോന്നുന്നു അവനിങ്ങനെ നിന്നെ കണ്ടോണ്ടിരിക്കാൻ? ഓ ഇട്ടോ. ഓഹ് കളർ നോക്ക് ഗൈസ്. മതി. എന്തൊക്കെ കഴിക്കുന്നത്? എന്തോ നമ്മള് ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. 2 ലെഗ് പീസ് എടുത്തിട്ടുണ്ട്, കുറച്ച് ചോട്ട പീസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടി ഫ്രൈ ചെയ്യണം, ബോയിൽ ചെയ്യണം. ചിക്കൻ്റെ കൂടെ നമ്മൾ ഒന്നും അറിയത്തില്ലല്ലേ. ചിക്കൻ മാത്രം കഴിക്കില്ലേ? ചിക്കൻ കഴിക്കുമ്പോൾ നമ്മൾ വെജിറ്റബിൾസും കഴിക്കണം. കുക്കുംബർ ഇല്ല, നമുക്ക് ക്യാപ്സിക്കം ഉണ്ടല്ലോ. ക്യാപ്സിക്കം വെജിറ്റബിൾ ആണല്ലോ. പെപ്പർ. സിമ്പിൾ മാരിനേഷൻ. എന്തോ കിളി പോയി ഇരിക്കുക അമ്പൂൻ്റെ. ഞാൻ കുറച്ച് മൂത്താതിരിടിച്ചിരിക്കുക കേട്ടോ. ആണെങ്കിൽ ഈ മസാല ഞെവിടുമ്പോൾ കൈ പോയി. അവിടെ ഞാൻ ഞെവിടാൻ വേണ്ടി എവിടെ വെച്ചേക്കുന്നത് കേട്ടോ. എന്റെ അപ്പോയിന്റ്മെന്റ് ഞെവിടാൻ വേണ്ടിയാ. കൈ പോകുകയും കൈസ് ഈ മസാല ഞെവിടും. നമ്മൾ കഴിച്ചില്ലെങ്കിൽ പോലും ഐസ്ക്രീം ഒക്കെ ഇങ്ങനെ വാങ്ങിച്ചു വെക്കുമ്പോഴേ ഫ്രിഡ്ജ് തുറക്കുന്ന കാണുമ്പോ എന്തോ ഒരു സുഖമാണ്. ഇപ്പൊ ഒരുമാതിരി ആക്രിയായിട്ടോ. പക്ഷെ കുറച്ചൊന്ന് ഓർഗനൈസ് ചെയ്യണം മൃദുലേ. നമുക്കൊന്ന് എല്ലാ സാധനങ്ങളും ഉണ്ട്, പക്ഷെ നമ്മളെല്ലാം കവറിലാക്കി വെച്ചേക്കുന്നത് കണ്ടോ. പക്ഷെ എല്ലാം നമ്മൾ കവറിലാക്കി വെക്കത്തുള്ളൂ കേട്ടോ. തക്കാളി എല്ലാം കവറിലാണ്. ഞാനും കൂടെ വരാം. ഒറ്റയ്ക്ക് എടുത്തിട്ട് താങ്ങിയില്ലല്ലോ. മതി. അപ്പോൾ നമ്മള് ഒരു എയർ ഫ്രയർ നമുക്ക് കിട്ടി. അപ്പം നമുക്ക് അതും കൂടി ഒന്ന് അൺബോക്സ് ചെയ്യാം. എന്നാൽ അതിനകത്താണ് നമ്മളെ ചിക്കൻ വെക്കാൻ വേണ്ടി പോകുന്നത്. അല്ലെങ്കിൽ തന്നെ ഏതായാലും കരിച്ച് കഴിക്കാതിരിക്കുക. കുറച്ചൊന്ന് കുക്ക് ചെയ്തിട്ട് കഴിക്കുക. കരിച്ച് കഴിച്ചാൽ എല്ലാം ഡേഞ്ചറാണ്. പെട്ടിക്കകത്ത് വേറൊരു പെട്ടിയോ? ഓക്കെ ഗൈസ്. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ എയർ ഫ്രയർ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. സാധനം ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
നമ്മൾ ഈ ഒരു പേപ്പർ വെച്ചിട്ട് നമ്മൾ ഈ ഒരു പേപ്പർ ഇതേ മെല്ലെ ഇങ്ങനെ ഇറക്കി വെക്കും. അപ്പം നമ്മുടെ പൊട്ടറ്റോ ഒക്കെ ഇതേ വെന്തു. ഇത് പുഴുങ്ങി ഓൾറെഡി. ഇത് ഞാൻ ഓൾറെഡി വേവിച്ചതാ പൊട്ടറ്റോ. സൗണ്ട് കേട്ട് പൊട്ടറ്റോ വേവിച്ച് പിന്നെന്താ ആരെങ്കിലും കേസ് കൊടുക്കുമോ? അല്ല, വെജിറ്റബിളും ചിക്കനും വേറെ വേറെ കുക്കല്ലേ. ചേച്ചിട്ടെ കുറേ നാളായി എയർ ഫ്രൈ കഴിച്ചിട്ട്. എയർ ഫ്രൈ കഴിക്കുന്നതിന് പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ മുക്കി പൊട്ടറ്റോയുടെ കൂടെ ഒരു ചിക്കൻ എടുത്ത് ഒരു പൊട്ടറ്റോ എടുത്ത് സോസിനെ മുക്കി അടിപൊളി. ലെയർ ലെയറായിട്ടുള്ള നമുക്ക് അയ്യോ മോനെ സൂപ്പർ. അമ്മൂട്ട പാട്ട് പാടുന്നുണ്ട്. അമ്മൂട്ടത്തിലെ പാട്ട് പാടുമ്പോൾ അത് ഏറ്റുപാടും കേട്ടോ. പാട് 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 പാടാൻ പോയി. ഭയങ്കര പാട്ടാ. വെറുതെ പാടാൻ നടക്കിങ്ങനെ അതിൻ്റെ കൂടെ മൂടുപോയി. ക്യാമറ കണ്ടത് അവന് ട്രോളുന്നതാണ് കേട്ടോ. എന്റെ സൗണ്ട് എന്റെ പാട്ട് ചിരട്ടയില ഈ പാറക്കല് ചിരട്ട വരച്ച സൗണ്ട് അതാ. അതിനെ ട്രോള് ഞാൻ പാടിക്കൊടുത്ത അവ അങ്ങനെ പാടും. പാടാറിയുന്ന വേറെ ആരെയും വെച്ച് പാടിച്ചാൽ അപ്പം ബൈ ഗൈസ്, ലവ് യു.